എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പോകുന്നില്ല, നേരെ ക്ലാസ്സിലേക്കാണ്. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സത്യം, ഒരു ചെറിയ നഗ്ന സത്യം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് മനസ്സിലാക്കാനും അതിലൂടെ ജീവിതത്തിൽ എവിടെയോ കെട്ടിവെച്ച കുറേ വലിയ ഭാണ്ഡക്കെട്ടുകളേക്ക് ഒന്ന് ഇറക്കി വെക്കാനും ഒരു ചെറിയ ഒരു മനസ്സിലാക്കലിന് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് ഇവിടെ നമ്മൾ നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും, നിങ്ങൾ എല്ലാവരും ക്യാപ്ഷൻ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നിങ്ങളൊക്കെ ക്ലാസ്സിൽ വന്നിരിക്കുക, അല്ലെ? അപ്പൊ നിങ്ങൾ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകാൻ റെഡി ആണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഇറ്റ്, ഐ എം റെഡി, ഐ എം റെഡി, ഐ എം റെഡി, ഐ എം റെഡി. ഞാനിപ്പോ അടുത്ത കാലത്തായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യമാണ്, യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാരും ഞാൻ റെഡി, ഐ എം റെഡി എന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് റെഡി ആവണ്ടേ? നിങ്ങൾ റെഡി അല്ലേ ഈ ക്ലാസ് കേൾക്കാനെന്ന് എനിക്ക് സംശയം ചോദിക്കാം. നമ്മുടെ സൂമിൽ ഇപ്പൊ എല്ലാവരും റെഡിയാണെന്ന് പറയുന്നത്, യെസ് 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 എല്ലാവരും ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ യൂട്യൂബ് കാണുന്നവർ ഇതേപോലെ വേണ്ടേ? അതല്ലേ നിങ്ങൾക്ക് എന്നെ ഇഷ്ടം? നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ റെഡി ആവണ്ടേ? റെഡി ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ടൈപ്പ് റെഡി, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ശുഭാപ്തി വിശ്വാസ ശുഭചിന്തകൾ നിങ്ങൾ ഇട്ടോളൂ. ഇപ്പൊ രണ്ടും കൂടി അയക്കണം. ഇന്ററാക്ഷൻ ഇന്ന് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ റെഡി ആയിക്കോളൂ ഉത്തരത്തിന്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നിങ്ങളിൽ വേണം. എന്നിട്ട് അതനുസരിച്ചാണ് നിങ്ങൾക്ക് ഗുണമുണ്ടാവുക കേട്ടോ. റെഡിയാണല്ലോ? അപ്പോൾ വണ്ടി ഇപ്പൊ യൂട്യൂബ് കാണുന്നവർ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് വണ്ടി ഒന്ന് സൈഡിൽ ഇതുക്കി വെച്ചോളൂ. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാ പറയുന്നത്. കാരണം ശത്രു ഇല്ലാത്തവൻ ആരും ഇല്ലല്ലേ? നമുക്ക് ശത്രുക്കൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ശത്രുക്കൾ ഉള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ തൽക്കാലത്തേക്ക് എല്ലാ പണികളും മാറ്റി വെച്ചൊരു 15 മിനിറ്റ് നേരം എന്റെ കൂടെ ഇരിക്കുക. ആ ശത്രുക്കളെയൊക്കെ നമുക്ക് ഓക്കെ. അതിനുവേണ്ടി ഇല്ലാത്തവരുണ്ടെങ്കിൽ യു മൂവ് ഓൺ. നിങ്ങൾക്ക് ആർക്കും ശത്രുക്കളില്ലെങ്കിൽ നിങ്ങൾ ഇത് കാണാൻ വേണ്ട ഈ ചാനൽ, ഇത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല, മറ്റു പരിപാടികളിൽ പോകും. ശത്രുക്കൾ നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കടന്നൊരു സമയം കളയണ്ട. നിങ്ങൾ വേഗം പോയി കുറച്ച് ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കട്ടോ. മോശം പറഞ്ഞ കുഴപ്പമില്ല. അപ്പോ എല്ലാം റെഡിയാണല്ലോ അല്ലെ? സി, ഇന്നത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീണ്ടും ഒന്ന് വൺസ് അഗൈൻ നമസ്കാരം എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഒരു കാര്യം കൂടി ആദ്യം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ തുടക്കം. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പ്രത്യേകിച്ച്, നിങ്ങൾ കുറേ ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അതുകൊണ്ട് റിക്വസ്റ്റ് ആണ്, നമുക്ക് ഈ മാസം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ ഓണത്തിന് മുമ്പായിട്ട് നമുക്കൊരു 100,000 ക്രോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ 87,000 നമ്മൾ ആയിക്കഴിഞ്ഞു. ഒരു 13,000 കൂടി ആൾക്കാർ, നിങ്ങൾ 13,000 ആൾക്കാർ ഒരുപാട് കാണാതെ, 60% ആൾക്കാർ വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് അട്ടുപിടിച്ച് ഒന്നത് പ്രസ് ചെയ്താൽ നമുക്ക് 100,000 എത്താം. അപ്പൊ ഒരു സിൽവർ ബട്ടൺ നമുക്ക് കിട്ടും, അല്ലെ? അപ്പൊ നമുക്ക് കുറച്ചും കൂടി രസമായിരിക്കും, നമ്മൾക്കെല്ലാം നിങ്ങളെല്ലാം കൂടി സെലിബ്രേറ്റ് ചെയ്യും. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇത് പറയാനുള്ള കാരണം, ഓഗസ്റ്റ് മാസം നമ്മൾ 15-ാം തീയതിക്ക് ശേഷം കോഴിക്കോട് വെച്ച് ലൈവ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ആ ലൈവ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ക്ഷണിക്കുകയാണ്. അന്ന് നമുക്ക് അവിടെ വെച്ചിട്ട് ഈ സിൽവർ ബട്ടൺ സെലിബ്രേഷൻ നടത്തണം. 100,000 ക്രോസ് ചെയ്ത സിൽവർ ബട്ടൺ സെലിബ്രേഷൻ നമുക്ക് അന്ന് അവിടെ ഓണാഘോഷവും ഇത് യൂട്യൂബിന്റെ ഈ സെലിബ്രേഷൻ എല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊരു പിടുത്തം പിടിക്കാം. അതുകൊണ്ട് സഹകരിക്കുക, നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഭാഗം നിങ്ങൾ ഞാനും തമ്മിൽ ഇല്ലല്ലോ, അല്ലെ? നിങ്ങൾക്ക് ഞാനൊരു ശത്രു ഒന്നുമല്ല, നിങ്ങൾക്ക് ഞാനുമല്ല, എനിക്ക് നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ നല്ല മിത്രങ്ങളല്ലേ? മിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ ഇന്ന് ഈ പറയുന്ന കാര്യം വേറൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ശത്രു ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലൊക്കെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചൊന്ന് സഹായിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും വീഡിയോയിലൊന്ന് ഫേസ്ബുക്കിൽ നമ്മുടെ വാട്സപ്പിൽ ഒന്ന് സ്റ്റാറ്റസ് വെക്കണം. നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും സ്റ്റാറ്റസ് വെക്കണം കേട്ടോ. കാരണം പലർക്കും ഇതൊരു വലിയ അനുഭവമായി മാറും. ആ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ മാറ്റം. ഇതെങ്ങനെയാണ് ഞാൻ ഇനി നിങ്ങളെ കാണാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാതെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കാം, അല്ലെ? അപ്പൊ അവരിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാവും, നിങ്ങളോടുള്ള സമീപനത്തിൽ മാറ്റം ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾക്കല്ലല്ലോ അവരോട് ശത്രുത, അല്ലെ? അവർക്ക് നമ്മളോടാണല്ലോ ശത്രുത. അപ്പോൾ അങ്ങനെ അവർക്ക് അറിയണം നിങ്ങളിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായി എന്ന് അവരറിയണമെങ്കിൽ ഏറ്റവും എളുപ്പം ഈ വീഡിയോസിനെ ഒന്ന്, നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ലിങ്ക് എടുത്ത് സബ്സ്ക്രൈബ് ഇത് സ്റ്റാറ്റസ് വെക്കുക. അതിപ്പോ യൂട്യൂബിൽ നാളെ രാവിലെ വാട്സപ്പിൽ വരുന്നതിനെ എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്ത് വെച്ചാൽ മതി, സ്റ്റാറ്റസ് ആക്കുക. ഓക്കെ, മറക്കരുത്.
ഓക്കെ, താങ്ക് യു. അപ്പൊ തുടങ്ങാം നമ്മൾ ക്ലാസ്സിലേക്ക്. ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു പോവാം. ആ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി നിങ്ങളൊന്ന് മനസ്സിലുണ്ടാക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്യുക. കഴിയാത്തവർ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവരപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, നോ പ്രോബ്ലം. കഴിയുമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്താൽ അത്രയും നല്ലത്. നമ്മൾ എല്ലാവരും വീണ്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ശത്രുവാണെന്ന് തോന്നുന്നുണ്ടോ? ആരുടെയെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കല്ല് പോലെ ഭാരം നിറക്കുന്നുണ്ടോ? ഇത് ശ്രദ്ധിച്ചു നോക്കുക. ഒരാൾ നിങ്ങളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നിങ്ങൾ എസ് എന്നായിരിക്കും ഉത്തരം പറയാം. ആ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങാതെ നിങ്ങൾ നീറുന്നുണ്ടോ? ഒരാൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിലങ്ങ് തടിയായി നിങ്ങളുടെ വിജയത്തെ തടസ്സപ്പെടുത്തി നിങ്ങളുടെ വിജയം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, ആണല്ലോ, ഉണ്ട്. യെസ്. എന്നാൽ ഒരു മിനിറ്റ് നേരം നമുക്കൊന്ന് കണ്ണടച്ചിരിക്കാം, സത്യസന്ധമായി ഒന്ന് ചിന്തിക്കാം. റെഡിയാണല്ലോ? ജസ്റ്റ് സിറ്റ് വെരി ക്ലിയർലി. ഒരു മിനിറ്റ് കണ്ണടച്ച് സത്യസന്ധമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ലോകത്ത് നമുക്ക് യഥാർത്ഥ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? അതോ നമ്മുടെ ഉള്ളിലെ ചില കാഴ്ചപ്പാടുകൾ, നമ്മൾ അറിയാതെ കൊണ്ട് നടക്കുന്ന അസൂയ, ഭയം, കഷ്ടപ്പാടുകൾ, നമ്മൾ തന്നെ പഴകി പുളിപ്പിച്ച ചില ചിന്തകൾ, ഇവയാണോ നമ്മളെ ആ വ്യക്തികളുമായി ഒരു ശത്രുതാ ബന്ധത്തിലേക്ക് തളച്ചിട്ടത്? ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം അത്ര കണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള പൂർണ്ണ ബോധത്തിൽ തന്നെയാ പറഞ്ഞത്. അംഗീകരിക്കുന്നവർ ഹാപ്പിനെസ് മാസ്റ്ററിയിൽ കുറെ കാലങ്ങളായി വന്നവരെല്ലാം ഇത് അംഗീകരിക്കും. അല്ലാത്തവർ അങ്ങനെ ഇല്ല എന്ന് പറയും. ഇനിയാണ് നിങ്ങൾ സത്യം അറിയേണ്ടത്. എങ്കിൽ നിങ്ങൾ അവരോടാണ് പറയുന്നത്, നിങ്ങളെ ഞാൻ ഇന്ന് ഈ ഒരു ഇരുണ്ട മുറിയിൽ നിന്നും പ്രകാശത്തിന്റെ വിശാലമായ ലോകത്തേക്ക് ഒന്ന് കൈപിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. തയ്യാറാണെങ്കിൽ കൂടെ പോന്നോളൂ. എന്താ പറയാ, നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ മഹാനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വരികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കേറിപ്പോരു മക്കളെ സുൽത്താന്റെ ദുനിയാവിലേക്ക് എന്ന് പറയുന്ന പോലെ നമുക്ക് കയറി വരാം. റെഡിയാണല്ലോ? നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കയ്പ്, ആ ക്രോധം, ആ വൈരാഗ്യം, വർഷങ്ങളായി നിങ്ങൾ ചുമന്നു നടക്കുന്ന ഈ ഭാരങ്ങളെല്ലാം സ്നേഹത്തിന്റെ ദിവ്യ ശക്തിയാൽ മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ? ഇത് വെറും ഒരു വാക്കല്ല, ജീവിത രീതിയാണ്, ജീവിതത്തിലെ നഗ്ന സത്യമാണ്. നേരത്തെ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതേ അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങൾ തന്നെ, ശത്രുക്കളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന നിങ്ങൾ തന്നെ ജീവിത രീതിയിൽ സ്നേഹത്താൽ ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് പറയാം. അന്ന് പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ്, നിങ്ങൾ ശത്രുവിനെ ഇല്ലാതാക്കൽ, ശത്രുവിനെ ഭസ്മമാക്കൽ എന്ന് പറയുന്നത്, ഒരു ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ വളരെ ക്രൂരമായി തോന്നില്ലേ? അങ്ങനെ പാടുണ്ടോ എന്ന് ചിന്തിക്കില്ലേ? എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ നമ്മൾ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അല്ല എന്നല്ലേ? കാരണം അങ്ങനെ നമുക്ക് അവരോട് ക്രോധമൊന്നുമില്ല. പക്ഷെ അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളെ പൊറുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം? അല്ലാതെ വേറെ എന്തെങ്കിലും വിഷമമുണ്ടോ? നമുക്കൊന്നുമില്ല. നമുക്ക് അവരോട് അവർ ചെയ്ത ആ കൊടും നീതികേടിനോട് പൊറുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷെ കൊല്ലാനുള്ള ദേഷ്യവും നമുക്കില്ല. കാരണം നമ്മൾ നല്ല മനുഷ്യരാണേ, നമ്മൾ നല്ല വ്യക്തിയാണ്. നമ്മൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വിഷം പോലെ പടർന്നുകൊണ്ടിരിക്കുന്ന വിരോധം ആയ വികാരത്തെയാണ്. നമ്മൾ വേദനിപ്പിച്ചവരെ ശാരീരികമായി ഇല്ലാതാക്കാനോ തല്ലാനോ ഒന്നും നമുക്ക് താല്പര്യമില്ല, അതിന് നമുക്ക് കഴിയുകയുമില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രവൃത്തിക്ക് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അത് നമ്മളെ കൂടുതൽ കഷ്ടപ്പാടുകളിലേക്ക് കൊണ്ടുവരികയുള്ളൂ എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും
ആ ദോഷകരമായ ഊർജത്തെ, നിങ്ങളെ തളർത്തുന്ന ആ നെഗറ്റീവ് സ്വാധീനത്തെ നിങ്ങളുടെ ആത്മാവിനെ നിർമ്മലമായ പ്രകാശത്തിൽ ദയിപ്പിച്ചു കളയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ദോഷകരമായ ആ ഊർജത്തെ, ആ വ്യക്തിയുടെ അതിന്റെ വിഷയത്തെ, നിങ്ങളെ തളർത്തുന്ന അയാളെ പറ്റിയുള്ള ചിന്തകളെ, സ്വാധീനത്തെ നമ്മുടെ ആത്മാവിന്റെ ഏറ്റവും പ്രബലമായ പ്രകാശം, ആത്മാവിന്റെ ശുദ്ധമായ അവസ്ഥ, നമ്മുടെ സത്യസന്ധതയിലൂടെ നമുക്കതിനെ ദഹിപ്പിച്ച് കളയാൻ സാധിക്കും എന്നാണ് പറയാൻ പോകുന്നത്. വെറുപ്പിനെ സ്നേഹം കൊണ്ട് ജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായ ആത്മീയ യുദ്ധം എന്നറിയുക. വെറുപ്പിനെ വെറുപ്പാൽ തടയുന്നത് ആരും വിജയിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. വെറുപ്പിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് ജയിക്കാൻ സാധിക്കണം. ഒരു വലിയ, എന്നാൽ വളരെ ലളിതമായ സത്യം നിങ്ങൾ അറിയട്ടെ, നിങ്ങൾ അറിയണം. നമ്മുടെ ശത്രുക്കൾ പുറത്തുണ്ടാകുന്നതിന് മുമ്പ് അവർ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? പിന്നെയാണ് അയാൾ പുറത്ത് ശത്രുവായി മാറിയത്. ആദ്യം ഇത് സൃഷ്ടിച്ചത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന ലോകം നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് എന്ന് സത്യം അറിയുക. ഒരിക്കൽ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി, വളരെ വളരെ സത്യസന്ധമായി ചോദിച്ചതാണ്, സാറേ ഞാൻ കുറേ ഒരാൾക്ക്, അല്ലെങ്കിൽ അയാൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നു, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല, സാറേ ഞാൻ ഒരാൾക്ക് ഏറ്റവും വലിയൊരു സഹായിയായിരുന്നു, സുഹൃത്തായിരുന്നു, സപ്പോർട്ടായിരുന്നു, എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ അയാളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം എന്നെ വലിയൊരു വഞ്ചനയിലൂടെ വല്ലാണ്ട് കബളിപ്പിച്ചു, പറ്റിച്ചു. എന്ത് തരത്തിലുള്ള പാപമാണ് ഞാൻ അതിനു വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞാൻ എന്ത് ചെയ്തിട്ടാണ് അയാൾ എന്നെ പറ്റിച്ചത് എന്നുള്ള സങ്കടത്തോടെ പറയുകയുണ്ടായി. നിങ്ങളിലും ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ എത്ര പേർക്ക് ഇത്തരം അനുഭവങ്ങൾ പറയാൻ പറ്റും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇതൊരു പുതിയ സത്യത്തിലേക്ക് നമുക്ക് പോകാനുള്ള വഴിയാണ്. നിങ്ങൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും നിങ്ങളുടെ ഉള്ളിലുള്ള ആ പഴയ ഊർജത്തെ, എനർജി പാറ്റേണിനെ, അതായത് ആ പാരമ്പര്യമായി ലഭിച്ചതോ അല്ലെങ്കിൽ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ലഭിച്ചതോ ആയ ചിന്താ പാറ്റേണുകളുടെ ഉത്തരവാദിയാണ് നിങ്ങൾ. ഇത് നിങ്ങളുടെ പഴയ പാപമൊന്നുമല്ല, നമ്മളുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു പ്രോഗ്രാമിനെ, അതിനെ തിരുത്തി എഴുതാതെ, പുനഃക്രമീകരിക്കാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ നൽകാൻ സാധിക്കില്ല. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റമുണ്ടാവണം. നേരത്തെ ഞാൻ സുഹൃത്ത് പറഞ്ഞത്, അയാൾ പറഞ്ഞത് ശരിയല്ല എന്നല്ല പറഞ്ഞത്, സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഈ ഭാരത്തെ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നത് മാത്രമല്ലേ നമ്മളെ സംബന്ധിച്ച പ്രാധാന്യം. അതിന് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വളരെ വ്യക്തമായ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിന് ഒരുപാട് ടെക്നിക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിലുള്ള ഭാരത്തെ ഒഴിവാക്കിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ സംഭവിച്ചത് തന്നെയാണ്. മറ്റതെല്ലാം വാശിയും വൈരാഗ്യം വെച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ലെന്നറിയുക. നമ്മുടെ മനസ്സിനെ ലളിതമാക്കിയാൽ ഇതെല്ലാം മറന്നു പോകും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, നമുക്ക് നാളെ രാത്രി, സൺഡേ 13-ാം തീയതി, നാളെ സൺഡേ രാത്രി ഇതിനു വേണ്ടി ഒന്ന് ഇരുന്ന് കളയാം. ഒരു 9:30 മണി മുതൽ 10:30 മണി വരെ നമ്മുടെ മനസ്സിൽ ഈ കെട്ടിക്കിടക്കുന്ന ഈ ക്രോധത്തിന്റെയും അല്ലെങ്കിൽ മറ്റൊരാൾ ചതിച്ചതിന്റെ വികാരത്തിന്റെ ആ കെട്ടിക്കിടക്കുന്ന അഴിഞ്ഞ പഴകിയ ദുർഗന്ധം വമിക്കുന്ന ആ ഭാരത്തെ നമുക്കൊന്ന് പുറത്തിറക്കാം. നമുക്കതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ നമുക്കത് ഉരുക്കി കളയാം. അതിനുവേണ്ടി നമുക്ക് നാളെ ഒരു മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ക്ഷമയോടെ അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ഹൊപ്പനൊപ്പനോ എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു സമയം, അവനവനെ സ്നേഹിക്കുന്നതിലൂടെ ലോകം മുഴുവൻ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ഒറ്റ തത്വത്തിലെടുത്ത് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങളെ പറ്റിച്ചവനോ നിങ്ങൾ പറ്റിച്ചവനോ എന്ത് XYZ എന്തും ആവട്ടെ, എത്ര ദ്രോഹിച്ചു അവനോടൊന്ന് നിങ്ങൾ ഒരു വാക്ക് പറയാൻ പോകണ്ട. അവനിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ പറയാൻ പോകണ്ട. അവൻ എന്തെങ്കിലും ആവുന്ന രീതിയിൽ നമുക്ക് അവനിൽ മാറ്റമുണ്ടാക്കി നിങ്ങളുടെ കാൽ കീഴിൽ വന്ന്
അവൻ സാഷ്ടാംഗം പ്രണമിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾക്ക് തയ്യാറാണ്. നിങ്ങളെ ചതിച്ചവരെല്ലാവരും വന്ന് നിങ്ങളുടെ മുമ്പിൽ തെറ്റ് എനിക്ക് പറ്റി എന്ന് പറഞ്ഞ് കൈകൂപ്പി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നിട്ട് അവൻ വന്ന സമയത്ത് നിങ്ങൾ പറയണത് ഞാൻ ഇതൊന്നും ഓർക്കുന്നില്ല, എനിക്കിതൊന്നും വിഷയമേ അല്ല എന്ന് പറഞ്ഞ് അവനെ തോളിൽ തട്ടാൻ നിങ്ങൾക്ക് സാധിക്കുമോ? വേണ്ട, നിങ്ങൾ തട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നാളെ രാത്രി 13/7/2000 ഇന്ന് ഈ വീഡിയോ കാണുന്നവരെന്നെ ഇപ്പൊ തന്നെ പറഞ്ഞോളുക. നമ്മൾ രാത്രി 9:30 മണിക്ക് ഒപ്പനൊപ്പനോ മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യുന്നു. 1 മണിക്കൂർ നേരമാണുള്ളത്. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. അതൊക്കെ താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെയ്യും. ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ താഴെ കൊടുത്തിരിക്കും. ഇതിൽ ജോയിൻ ചെയ്യുക, അഡ്മിനെ വിളിക്കുക, ജോയിൻ ചെയ്യുക. അപ്പോ നമുക്ക് വീണ്ടും തിരിച്ച് കാര്യത്തിൽ കിടക്കാം. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ക്ഷമ എന്ന് പറയുന്ന ആത്മരഹസ്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ തയ്യാറാവണം. ക്ഷമ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ലളിതമാണെന്ന് തോന്നാം. ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ക്ഷമ എന്നത്. ക്ഷമിക്കുമ്പോൾ നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ സ്വയം ക്ഷമിക്കപ്പെടുകയാണ് എന്നാണ്. മറ്റൊരാളോടുമല്ല ക്ഷമിക്കുന്നത്, എന്നോട് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടായത് എവിടെയാണ്? നമ്മളിൽ തന്നെയാണ്. നമ്മൾ ക്ഷമിക്കുന്നത് നമ്മോട് തന്നെയാണ്, മറ്റാരോടുമല്ല. ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ഒരു വലിയ ഭാരത്തിൽ നിന്നും സ്വതന്ത്രരാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്ഷമിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെയാണ് ഏറ്റവും പ്രധാനമുള്ളത്. എങ്ങനെയാണ് അതിനുള്ള ശക്തി നമുക്കുണ്ടാകുന്നത്? നമ്മൾ വിഷം ഓരോ നിമിഷവും കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അസൂയയുടെയും പകയുടെയും വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വിഷങ്ങൾ ഓരോ നിമിഷം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് അവനെ പറ്റി ഞാൻ ആലോചിച്ചാൽ അവൻ എന്നെ പറ്റിച്ചു, അല്ലവൻ ഇതായി എന്ന്, അവൻ ശരിയല്ല എന്ന് നമ്മൾ എത്ര കണ്ട് ആലോചിച്ചപ്പോൾ അവനെ നമ്മൾ വധിക്കുകയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വിഷം നമ്മളിലാണ് വരുന്നത്. അപ്പോൾ മറ്റൊരാളെ അല്ല നമ്മൾ വധിക്കുന്നത്, നമ്മളെ തന്നെയാണെന്നും. അതുകൊണ്ട് നമ്മൾ സ്വയം നശിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണവർ പിന്നെ ഒന്നും ചെയ്യണ്ട. ഇഷ്ടമല്ലെങ്കിൽ ക്ഷമിക്കാൻ നമുക്ക് തുടങ്ങാം. നമ്മൾ സ്വന്തം ഹൃദയത്തിനെ വിഷലിപ്തമാക്കാതെ ക്ഷമ എന്ന് പറയുന്ന ആയുധത്തിലൂടെ നമ്മൾ അതിനെ മറികടക്കും. ഒരു കാര്യം മാത്രം പറയുക, നമ്മൾ മനസ്സിലാക്കുക, നാം മാത്രമേ ഉള്ളൂ, നമ്മൾ മാത്രം മതിയാകും. പഴയ എല്ലാ ഓർമ്മകളും അനാവശ്യ വിഷയങ്ങളും ഒക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട് നിങ്ങളെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആ വലിയ ചങ്ങലയുണ്ടല്ലോ, ആ ചങ്ങലെ പൊട്ടിച്ചെറിയുക. ക്ഷമയാകുന്ന താക്കോൽ വെച്ച് ആ ചങ്ങലയെ കളയുക. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അതിന് തയ്യാറാണെങ്കിൽ കയറി വന്നോളൂ. നമുക്ക് നാളെ വൈകുന്നേരം അത് ചെയ്യാം. അതിനുള്ള വഴി കണ്ട് ആത്മശുദ്ധിയോടുകൂടി സത്യസന്ധമായി അവനവനിലേക്ക് ലയിച്ചുകൊണ്ട് ശരിയായ നിലയിലേക്ക് എത്തിക്കൊണ്ട് നീതി നമുക്ക് നടപ്പാക്കാം. ശരിയാക്കിക്കൊണ്ട് പൂർണ്ണമായ ശരിയായ അവസ്ഥയിൽ എത്തിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ശരിയാക്കാൻ പറ്റുന്ന പ്രാക്ടീസാണ് ഹോപ്പോനോപ്പോനോ എന്ന് പറയുന്നത്. വളരെ ഗഗനമായിട്ടുള്ള ഒരു വാക്കാണത്. ഇതിനെപ്പറ്റിയൊന്നും ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല ഇപ്പോൾ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. ഇതിനെ വളരെ കൃത്യമായി നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അബോധപൂർവമോ അവൻ എൻ്റെ ഉള്ളിൽ ഞാൻ സംജാതമാക്കിയിരിക്കുന്ന എൻ്റെ അവസ്ഥയെ, ആ വേദനയെ, ആ സംഘർഷത്തെ, ആ സംഘർഷം സൃഷ്ടിച്ചതിൽ ഞാൻ എന്നോട് ക്ഷമിക്കുന്നു, ഞാൻ അതിനെ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകാം. ആ പ്രോസസ്സിന് കയറാൻ തയ്യാറായവർ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് ഞാൻ ഇത്രയും ബാക്കി കാര്യങ്ങൾ വിശദമാക്കി പറയേണ്ട ഒരു കാര്യമില്ല. ബാക്കി എല്ലാം നിങ്ങൾക്കറിയാം. ഇത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. ഇത് വാക്കുകൾ കൊണ്ട് കസർത്തല്ല. ഈ മാസ്റ്റർ ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയൊന്നും പോകുന്നില്ല. ഇതിന് നിരന്തരമായിട്ടുള്ള പരിശീലനം ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള ശക്തി അനുഭവിക്കാൻ അത് നിങ്ങളുടെ ദിനചര്യയായി മാറേണ്ടിരുന്നു. അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ഒപ്പനൊപ്പനോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതെ,
നിങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ചെയ്യാം. നമുക്ക് ആ റെക്കോർഡിംഗ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായ മാറ്റത്തിന് വയ്ക്കും. നമ്മൾ ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മൾ മറന്ന് പുറത്തു കൊടുത്താൽ മാത്രം മതി എന്ന്. അതിന്റെ പ്രാക്ടീസ് തയ്യാറാണെങ്കിൽ കയറി വന്നോളൂ. താങ്ക് യു വെരി മച്ച്. ഒരു കാര്യം മാത്രം പറഞ്ഞു പോകാം. ഇനി ഒരൊറ്റ ചോദ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ശക്തി തരുന്നത് എന്താണ് എന്ന് നോക്കുക. വൈരാഗ്യമാണോ അല്ല സ്നേഹമാണോ എന്നതൊന്ന് നോക്കുക. നിങ്ങളെ ശക്തനാക്കുന്നത് സ്നേഹമാണോ അല്ലെങ്കിൽ വൈരാഗ്യമാണോ? വൈരാഗ്യമാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക എത്ര കാലം നിങ്ങൾക്ക് ആ വൈരാഗ്യം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. സ്നേഹമാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്നും തുറന്ന മനസ്സോടെ പ്രകാശിതമായ അവസ്ഥയിലൂടെ ഒരു പുഴ ഒഴുകുന്നത് പോലെ മനസ്സിലും ജീവിതത്തിലും ഇങ്ങനെ എല്ലാ മാലിന്യങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് അബൻഡൻസ് ആയിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് സാധ്യമാകുമെന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായത്തിൽ ശരി ഒന്ന് തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സമാധാനവും സ്നേഹവും നിറയാനായിട്ട് ക്ഷമയാകുന്ന മരുന്നിലൂടെ സ്നേഹത്തിന്റെ ശക്തിയാൽ സ്വതന്ത്രമാകാൻ തയ്യാറാവുക. ആ പാതയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി നമുക്ക് വൈകുന്നേരത്തെ നാളത്തെ സൺഡേത്തെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ ക്ലാസ്സിൽ കാണാമെന്ന് അറിയിക്കുന്നു. കൂടുതൽ അതിനുശേഷമുള്ളവർക്ക് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വന്നോളുക. നമ്മുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ കയറി വരിക. അതുപോലെ തന്നെ കോഴിക്കോട് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഗവൺമെന്റ് വിളിച്ചോളൂ. നേരിട്ട് നമുക്ക് കാണാം, സംസാരിക്കാം പല കാര്യങ്ങൾക്കും, അല്ലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് തന്നെ. പിന്നെ പ്രാണ സ്റ്റോണിനെ പറ്റി പലപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവല്ലോ. പ്രാണ സ്റ്റോൺ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വേണ്ടവർ വിളിച്ച് അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ പ്രാണ സ്റ്റോൺ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ വേണ്ടവര് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. ലവ് യു ആൾ.